ഇക്കയുടെ മിക്കതും നോക്കിക്കഴിഞ്ഞാൽ സിനിമകളെല്ലാം തന്നെ കഥ, തിരക്കഥ, സംവിധാനവും ഇക്ക അഭിനയിച്ചിരിക്കുന്ന എല്ലാത്തിലും ഞാൻ കണ്ടിരിക്കുന്നത് ഷോർട്ട് ഫിലിം എല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സ്വന്തം ഈ കഥയിലും സ്വന്തം തിരക്കഥയിലും അങ്ങനെ സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടോ? അങ്ങനെയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പൃഥ്വിരാജിന് ആടുജീവിതത്തിൽ ബെന്യാമ കഥ എഴുതി കൊടുത്തു. എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടാൻ ആരെങ്കിലും കഥ എഴുതി തരുമോ? ഇല്ല. അപ്പൊ എനിക്ക് നല്ലൊരു കഥാപാത്രം അഭിനയിക്കണം, അപ്പൊ ഞാൻ തന്നെ എഴുതണം. ഞാൻ എഴുത്തുകാരനൊന്നുമല്ല, എഴുത്തുകാരനായിപ്പോയതാണ്. അപ്പോൾ നല്ലൊരു കഥാപാത്രം, ഇപ്പോൾ ഗണ്ടശ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. അതിൽ 3 വേഷത്തിൽ അഭിനയിക്കുന്ന ആളാണ്. 3 വ്യത്യസ്തമായ വേഷം. 3 വ്യത്യസ്തമായ വേഷത്തിൽ എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. എവിടെയെങ്കിലും വല്ല അവാർഡ് ശ്രദ്ധിക്കപ്പെടും. ക്രിറ്റിക്സ് അവാർഡെങ്കിലും കിട്ടി, അതിന് മേലെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കഥ എനിക്കാരും എഴുതി തരും. അപ്പോൾ ഞാൻ എഴുതും. അതിന് തിരക്കഥയും ഞാൻ തന്നെ എഴുതും. വേറെ പ്രൊഡക്ഷൻ സെഞ്ചുറി ഫിലിംസ് പറഞ്ഞിട്ട് സെഞ്ചുറി ആയിരുന്നു അതിന് പ്രൊഡക്ട് ചെയ്ത്. പക്ഷേ അതിൽ 3 റോളിൽ ഞാനാണ് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് പറഞ്ഞു, നല്ലൊരു കഥ എൻ്റെ കയ്യിലുണ്ട്, എന്നെ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ്, അഭിനയവും ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. അതെ, കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം 4 ഏരിയയിലെ പൈസയാണ് സേവ് ചെയ്യണത്. അഭിനയിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ചാൻസ് വാങ്ങിച്ചാണ് അതിൽ. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ നമുക്കൊന്നും കൂടെ ഒന്ന് ട്രാക്ക് ഒന്ന് തിരിച്ചു നോക്കാം. ബിസിനസ്സിലേക്ക് തന്നെ പോയി നിന്നിട്ട് ഈ അഭിനയമോഹം ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തിരുന്നല്ലോ പ്രാരാബ്ദങ്ങൾ കൂടിയപ്പോൾ. പിന്നെ ബിസിനസ് എത്രത്തോളം ഡെവലപ്പ് ആയപ്പോഴാണ് ഓക്കെ ഇനിയൊന്ന് സെറ്റിലായി, കുടുംബവുമായി, എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളതായി, ഇനി എനിക്ക് വീണ്ടും എൻ്റെ സിനിമാ മോഹത്തിലേക്ക് വരാം എന്നുള്ളൊരു തോന്നൽ അത് ഏകദേശം എപ്പോഴായിരിക്കും? സിനിമാ മോഹം ഉപേക്ഷിച്ചത് വീട്ടിൽ നിന്ന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഓ, അവർക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും താല്പര്യമില്ല. ഇപ്പം എൻ്റെ സിനിമയെക്കുറിച്ചൊന്നും എൻ്റെ വീട്ടുകാർക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചെന്നോ ഇതൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടാലേ മനസ്സിലാവും, ഓ ഇവൻ ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാറില്ല. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാം 999 എന്ന് പറഞ്ഞ സിനിമയിലാണ്, സോഹൻ റോയിയുടെ ഒരു ഇംഗ്ലീഷ് മൂവി ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്, ആലപ്പുഴയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ സിനിമയിലേക്ക് പോയിട്ടുണ്ട്, അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സിനിമാ മോഹം പണ്ടേ ഉണ്ടെന്ന് ഉമ്മാക്ക് അറിയാം. ഇവൻ ചാടിക്കളിയും. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു മകനാണ്, കാരണം മദ്യപിക്കില്ല, അങ്ങനെ വേറെ ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. സിനിമാ മോഹമുണ്ട്. സിനിമയിലേക്ക് പോയാൽ ഇവൻ ചീത്തയായി പോകും. അപ്പോൾ ചീത്തയായി പോകുന്നുള്ള അതിയായ ആഗ്രഹം ഉമ്മാക്കുള്ളതുകൊണ്ട് ഉമ്മ അപ്പം തന്നെ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇത് ടെൻഷൻ എടുപ്പിക്കും. അതിയായ ആഗ്രഹമല്ല, ഉമ്മയ്ക്ക് അതിയായ ഒരു വേവലാതി ഉള്ളതുകൊണ്ട് ഉമ്മാനോട് അയൽവാസികളൊക്കെ പറഞ്ഞു, റഫീഖ് സിനിമയിലേക്ക് പോയോ, കഴിഞ്ഞു, തീർന്നു. ആ ഇതിലേക്ക് പോയി. ഇനി നല്ലൊരു മോനായിരുന്നു, അത് പോയി. അപ്പൊ ഏതൊരു ഉമ്മാക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാന് ആലപ്പുഴ ഷൂട്ട് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഫോൺ ഓൺ ചെയ്തൊക്കെ ഇടയാക്കുമ്പോൾ പെങ്ങൾ വിളിക്കുന്നത് ഉമ്മ ഹോസ്പിറ്റലായിരുന്നു, പ്രഷർ കൂടിയിട്ട്. മോനെവിടെയെന്ന് അറിയാത്ത ടെൻഷൻ എന്തായി ആ പ്രഷർ. അപ്പം അത് മകനോടുള്ള സ്നേഹം കൊണ്ടുള്ള ആദിയാണ്. കാരണം മകൻ സിനിമയിൽ കയറി വലിയ ആളായി പോയിരുന്നല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഡാം ട്രിപ്പിൾ കഴിഞ്ഞപ്പം വീണ്ടും നിർത്തി പടം. ഉമ്മയ്ക്ക് വേണ്ടി അവിടെ നിർത്തി. പിന്നെ ഇപ്പം ഉമ്മ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതായി. അപ്പം അങ്ങനെ ആയ പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ അനുജൻ്റെ മക്കളൊക്കെ അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറായി. ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് വെള്ളത്തിൽ വീണ്ടും ഒരു ഓഡീഷന് പോയത്. വെള്ളത്തിൻ്റെ ഓഡീഷൻ ഇവിടെ എറണാകുളത്ത് നടക്കുമ്പോൾ ആ ഓഡീഷനിൽ പോയി ക്യൂ നിന്നു, അഭിനയിച്ച് കാണിച്ചു കൊടുത്തു, അവരെടുത്തു പോയി അഭിനയിച്ചു. അപ്പോൾ ഇപ്പം അങ്ങനെ കാണുന്ന കേൾക്കുന്ന ഓഡീഷനൊക്കെ ഇപ്പം പോവാറുണ്ടോ? ഓഡീഷനൊക്കെ പോകാറുണ്ട്. ഇപ്പോഴും അതിന് വലിയ നാണക്കേടൊന്നുമില്ല. ഇല്ല, എപ്പോഴും പോകാറില്ല. പലപ്പോഴും ഇപ്പം അടുത്തൊരു ഓഡീഷന് പോയിട്ട് എല്ലാം ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പേര് നമ്പറൊക്കെ എഴുതി വാങ്ങിച്ചു. താടിയും മുടിയൊന്നും വടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. 3 മാസം താടിയും മുടിയൊക്കെ നീട്ടി കാത്തു വന്നു. അവർ വിളിച്ചില്ല. അപ്പൊ ഇപ്പോഴും ചാൻസ് ചോദിച്ച് ഇപ്പം കുറച്ചും കൂടെ കണക്ഷൻസ് ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവണം ലൈഫിൽ. അപ്പൊ ആ കണക്ഷൻ വെച്ച് തന്നെ പലരുടെയും എടുത്തു പോയിട്ട് ചാൻസിനും ഒക്കെ ചോദിക്കാറുണ്ടോ? ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. എനിക്ക് നല്ല സിനിമകളിൽ ഒരു ചാൻസ് കിട്ടണമെന്നല്ല, നായകനായിട്ടൊന്നും അഭിനയിക്കണ്ട, നല്ല സംവിധാനങ്ങളുടെ കീഴിൽ നല്ല ഇതിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ റോൾ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന് ഇപ്പോഴും പലപ്പോഴും ചോദിക്കുന്നുണ്ട്. അത് കിട്ടണമെന്ന് ആഗ്രഹം. ഈ ആരുടെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളതും? അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും എഴുതുമ്പോഴൊക്കെ ഇമോഷണലാണ് ഞാൻ കൂടുതൽ എഴുതുക. ഈ അടിച്ചുപൊളിയേക്കാൾ കൂടുതൽ ഇമോഷണൽ സിനിമകളാണ്. അതും എന്ത് ഇമോഷനാണ് കൂടുതലും പറയുന്നത്? ഫാമിലി സബ്ജക്റ്റ് ആണെങ്കിലോ സിനിമകളെല്ലാം കാണാറുണ്ട്. അത്യാവശ്യമേ കാണാറുള്ളൂ. പിന്നെ ഉള്ള എല്ലാ സിനിമക്കും തിയേറ്ററിൽ പോയിട്ടാണ് സമയം ഇപ്പം കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ടി വിയിലും അതൊക്കെ ഉള്ള സിനിമകളൊക്കെയാണ് കാണാറുള്ളൂ. ഓക്കെ
ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ ചാൻസും ചോദിക്കാൻ പോകും, സിനിമകൾ കാണുകയും ചെയ്യും, സിനിമയുടെ ഭാഗമായിട്ടിരിക്കാൻ എങ്ങനെയും നോക്കാറുണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ കൂടെ ബിസിനസ് കൈവിട്ട് കളഞ്ഞിട്ടോ ആ ഒരു പരിപാടിക്കും ഇല്ല. പക്ഷെ അപ്പോൾ ഉമ്മ ഒരു ഏജിൽ ഉമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രായമുണ്ട് അല്ലേ? ആ സമയത്ത് ഉമ്മ അന്വേഷിക്കാറില്ല. അതെ, ഇപ്പൊ പ്രായം മാറിയല്ലോ. ഉമ്മക്കറിയാലോ, അവൻ 63 വയസ്സായി, നല്ലതും ചീത്തയൊക്കെ തിരിച്ചു അവൻ അറിഞ്ഞോളൂ. പക്ഷെ ഒരാളും കണ്ട പറയില്ല, ഇക്ക എത്ര പറഞ്ഞാലും ഇക്കയ്ക്ക് 63 വയസ്സാന്ന് നെറ്റിയിൽ എഴുതി വെച്ചാൽ പോലും ഒരാളും സമ്മതിച്ചു തരൂല ഇക്കയെ കണ്ടാൽ 63 വയസ്സ്. എല്ലാവരും ഇതിനാ പറയുന്നത്. ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറയാ ഞങ്ങളെ മമ്മൂട്ടി എന്നാ പറയാ. ആ പിന്നെ അല്ലാതെ എല്ലാരും തീർച്ചയായും ഞാൻ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ആഗ്രഹം സാധിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, യൂത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പിള്ളേർ സെറ്റായിട്ടുള്ള കമ്പനി. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാഴ്ചയിൽ ഇങ്ങനെ വീട്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. ആര് ചോദിച്ചാലും ഒരു 10-40 ഒരു 45 വയസ്സിലൊക്കെ പറയുന്ന വണ്ണം നിൽക്കാനായിട്ട് നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും വൈഫാണെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ സിനിമാ മോഹം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിടാനായിട്ട് സമ്മതിച്ചിരുന്നോ? കല്യാണം കഴിച്ച വൈഫ് തന്നെ, വൈഫിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. വൈഫ് കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കാത്ത അവൻ്റെ അമ്മാവൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടപെടാറില്ല. ഒരു കണ്ണ് കാണില്ല, സംസാരശേഷി കുറവുണ്ട്, കേൾവി ശക്തിയുണ്ട്. എന്നാലും വൈഫിന് മറ്റേ സിനിമയിൽ അഭിനയിക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല. കണ്ണും കാണില്ല, ഒരു കണ്ണ് കാണില്ല, ചെവി കേൾവിക്കുറവ്, സംസാരിക്കാൻ ഇപ്പം സംസാരിക്കും. ഇപ്പം സംസാരിക്കുന്നത് മുഴുവനായിട്ടും ഇല്ല, ഒരു പകുതി, ഒരു 70% എന്നൊക്കെ പറയാം. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തീരെ സംസാരിക്കില്ലായിരുന്നു. അപ്പം അങ്ങനൊരു ആളെ ഇക്ക കല്യാണം കഴിച്ചതിൻ്റെ പിന്നിൽ അത് അമ്മാവൻ്റെ മകളായതുകൊണ്ടാണോ? അമ്മാവൻ്റെ മകളായതുകൊണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ എന്നെ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തണ്ട. ആ ഒരു സമയത്ത് ഞാൻ വിവാഹ മാർക്കറ്റിൽ വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു 10ാം ക്ലാസ് തോറ്റ, ഒരു കഴിവും ഇല്ലാത്ത, ശരിക്കും വലിയൊരു ബുദ്ധിയൊന്നും ഇല്ലാത്ത, 10ാം ക്ലാസ് തോറ്റാലും ഒരു ബുദ്ധി, ഒരു വിവരവും കഴിവൊക്കെ ഉണ്ട്. ആ വിവരവും കഴിവൊന്നും ഇല്ലാത്ത ഞാൻ എന്നെ പറ്റി പറയാം. അവൻ 2-3 കല്യാണാലോചനകൾ എന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാദറും ഒക്കെ ഒരുവിധം നല്ല കുട്ടികളൊക്കെ ആലോചിച്ച് ചെല്ലുമ്പോൾ റഫീഖിനാണോ, ഞങ്ങൾ കുറച്ചുകൂടെ ഒരു ഗൾഫുകാരനൊക്കെയാണ് ആലോചിക്കുന്നത്. എനിക്ക് ഇത്തിരി സ്വർണം കൊടുക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ മകള് കുഴപ്പമില്ല, ഭംഗിയുള്ള കുട്ടിയാണ്, ഇപ്പം റഫീഖിനെ പോലത്തെ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നുമാണ് ഇങ്ങനെ അമ്മാവൻ്റെ മകളാണെങ്കിലും അവിടെ അല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇത്ര ബിസിനസ്സുകാരനും ഒക്കെ ആയ റഫീഖ് എന്തിനാണ് കല്യാണം കഴിച്ചാൽ? അന്ന് അത്രക്കുള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് വലിയ ത്യാഗം ചെയ്തൊന്നുമല്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അതിനകത്ത് ഈ കഥകൾ ഏത് തന്നെയാണല്ലോ ആ ഷോർട്ട് ഫിലിമിലും കഥ എന്ന് പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ട ആളുകൾ, എൻ്റെ കുടുംബം, അപ്പം അത് ഇതിലെ പെടുത്തിയിട്ടില്ലെങ്കിലും എവിടെയെങ്കിലൊക്കെ എഴുതുമ്പോൾ വരും.